എടുത്ത് റോഡിൽ ചെന്ന് നിൽക്കാനല്ലേ ഞാൻ ആന്റിയോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴും ഇവിടെ ഇരിക്കുവാണോ? ഞാൻ പുറത്തൊക്കെ പോയി നോക്കി. സത്യം പറഞ്ഞ ആ പണം എടുത്തോണ്ട് ഇവിടെ ഇറങ്ങാൻ എനിക്ക് പേടി തോന്നാ നിധി. എന്തായാലും ഒരു നല്ല കാര്യത്തിന് കൊണ്ടുപോവല്ലേ. ബാഗ് ഇങ്ങെടുക്ക്, ഞാൻ പിടിച്ചോളാം. പിടിക്ക. അയ്യോ, എന്തോന്നാ നിധി കാണിച്ചേ? ആന്റി എന്തിനാ ഇതിന്റെ സിബ് ഓപ്പൺ ആക്കി വെച്ചിരുന്നത്? പെറുക്കി എടുക്കുമോ? ആരുമില്ല, വേഗം വാ, വേഗം വാ. വാ നിധി. ഓട്ടോ ഒന്നും വരുന്നില്ലല്ലോ മോളെ. ഓട്ടോ കാത്ത് ഇവിടെ തന്നെ നിൽക്കുന്നത് സേഫ് അല്ല. ആന്റി വാ, നമുക്ക് കുറച്ച് മുന്നിലേക്ക് നടക്കാം. എന്നിട്ട് വരുന്ന ഓട്ടോയ്ക്ക് കൈയാണിച്ച് കയറിപ്പോ. ഓട്ടോ ഓട്ടോ കേറാ. ഓട്ടോ ഓട്ടോ ഓ നേരെ വിടും. പണം കൊണ്ട് അനാഥാലയത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം. ഞാൻ സോമരാജൻ സാറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോ ഗൗതം വീട്ടിൽ കാണില്ല. പക്ഷെ 100 ചോദ്യങ്ങൾ ചോദിക്കും. അതിനൊക്കെ മറുപടി കണ്ടുവെക്കണം. ആന്റി ടെൻഷൻ ആവാതിരിക്കെ. വേഗം ഇങ്ങ് വന്നാ മതി നമ്മള്. നിധി എന്നോട് ഒരു കാര്യവും മറച്ചു വയ്ക്കാറില്ല. അമ്മയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കാര്യം ഒഴിച്ച് വേറൊന്നും എന്നോട് ഒളിക്കാറില്ല. പക്ഷെ ഇപ്പോ അമ്മയും നിധി ചേർന്ന് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. അതെന്താണെന്ന് എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. ചേട്ടാ, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. പണിയായല്ലോ. എന്തു പറ്റി? ക്ലച്ച് കേബിള് പൊട്ടി. ഇത് മാറാതെ പോകാൻ പറ്റില്ല. അതെ, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഞങ്ങൾ ഇപ്പൊ വരാം. ഓക്കെ.